ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പം ഞാനിവിടെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ, ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് ഇൻസ്റ്റയിലൊക്കെ നല്ല വൈറലായിട്ട് കിടന്നൊരു റെസിപ്പി കേട്ടോ. അതിന് ഞാൻ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു നല്ലൊരു ഡെസേർട്ട് ആക്കിയിട്ട് എടുത്തത്. ഇത് സാധാരണ ഡ്രിങ്ക് മോഡൽ എല്ലാവരും ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ എന്തായാലും ഡെസേർട്ട് മോഡൽ ഉണ്ടാക്കിയേട്ടാ. ഞാനിപ്പോൾ ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ചെറിയൊരു ക്യാരറ്റ് ആയതുകൊണ്ട് 3 എടുത്തത്. നിങ്ങളെടുത്ത് വലിയ 2 ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി കേട്ടോ. അത് കറക്റ്റ് അളവായിരിക്കും. ഇനിയിപ്പോൾ ഞാനത് എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കത് ജ്യൂസ് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കട്ട് ചെയ്യുമ്പം നമ്മൾ പച്ചക്ക് ജ്യൂസ് അടിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് പെട്ടെന്ന് ജ്യൂസ് അടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് മാക്സിമം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് തന്നെ അരിയാം കേട്ടോ. കാരണം ഇത് പുഴുങ്ങിയിട്ടെടുക്കുമ്പോൾ നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടുമല്ലോ, അതേ രീതിയിൽ തന്നെ നമുക്ക് പച്ചക്ക് കിട്ടണം. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ലോണം അരഞ്ഞ് കിട്ടണം. അതിൽ ആരും ഓരോ പിശുക്കത്തോടും കാണിക്കേണ്ട. അത്യാവശ്യം നല്ല പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ടെക്സ്ചർ നമുക്ക് കിട്ടൂല. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചിട്ട് വരട്ടെ. ഞാനിതിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ കുറുക്കിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശരിക്കും ഗീ ആണ് യൂസ് ചെയ്യുക. പക്ഷേ എൻ്റെ അടുത്ത് ഗീ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. നിങ്ങളടുത്ത് ഗീ ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അടിച്ചെടുത്ത ക്യാരറ്റ് മൊത്തമായിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ ഇളക്കി കൊടുക്കണം. കൈ അടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. കാരണം നമുക്കത് പാനിൽ പിടിക്കാൻ പാടില്ല കേട്ടോ. എന്നാൽ എത്ര ശ്രമിച്ചാലും കുറച്ചൊക്കെ പിടിക്കും. പിന്നെ പുതിയ പാനൊക്കെ ആണ് കേട്ടോ, എന്നാലേ ഒട്ടും പിടിച്ച് കിട്ടൂല. ഇതുപോലത്തെ പാനിലൊക്കെ പെട്ടെന്ന് പിടിച്ചു പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നല്ലോണം കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കട്ടോ. നിങ്ങളെ ആവശ്യത്തിനുള്ള പഞ്ചസാര. നിങ്ങൾക്ക് മധുരം വേണ്ടേ അപ്പാടുണ്ടാക്കാം, മധുരം വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഏലക്കാപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിലേക്ക് ചേർക്കുക. എനിക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ക്യാരറ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. ക്യാരറ്റും പാലും ജസ്റ്റ് ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കട്ടോ. ഒന്നിക്കെങ്കിൽ വറുത്ത റവ അല്ലെങ്കിൽ വറുക്കാത്ത റവ. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. വറുത്ത റവ ചേർക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇളക്കേണ്ടത്. പക്ഷേ എൻ്റെ കൈ ഫോൺ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ ഇട്ടതിന് ശേഷം എടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ യോജിപ്പിച്ചിട്ട് എടുക്കുക. കാരണം ഇതിൽ റവ ഒട്ടും കട്ട പിടിക്കാൻ പാടില്ല. നല്ലോണം ക്യാരറ്റിൽ മിക്സ് ആയിട്ട് വരണം. എന്നിട്ടുണ്ടല്ലോ ഇത് ഒന്ന് മാറ്റി വെക്കേണ്ട സമയം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇത് പാനിന്ന് വിട്ട് വരും. ഈ ഒരു രീതിക്ക് എത്തുമ്പം നമുക്ക് ഈ പാനിന് ഇത് എടുത്ത് മാറ്റാം കേട്ടോ. ഈ മിക്സ് ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളിത് പാനിലേക്ക് തന്നെ വെക്കാത്തതായിരിക്കും നല്ലത്. കാരണം ഉണ്ടല്ലോ ഇത് പാനിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് പോകുമ്പം ഇതിൻ്റെ അടി ജസ്റ്റ് ഒന്ന് പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ പിടിക്കുമ്പോൾ നമുക്ക് ആ ക്യാരറ്റിൻ്റെ കളറ് മാറും. അതുകൊണ്ട് തന്നെ നമുക്കിത് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എൻ്റെ ഇതിപ്പം എല്ലാം ഏകദേശം ഒന്നായി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിലുള്ള ഇതൊക്കെ വടിച്ചിട്ട് നടുവ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് പാനിന് ഇളക്കി വരും കേട്ടോ. ആ ഒരു ടൈമാകുമ്പോൾ നമ്മൾ കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ തന്നെ യോജിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ തന്നെ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. ലോ ഫ്ലെയിമിൽ ഇടാനും കൂടി എല്ലാവരും ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഈ ഒരു ടൈമാകുമ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് ഒരു 1/2 മണിക്കൂർ തണിയാൻ വെച്ചതിന് ശേഷം വീണ്ടും ഞാനിത് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിനേട്ടാ. ചൂടൊക്കെ മൊത്തത്തിൽ പോയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ട് മാറിനേട്ടാ. അപ്പോൾ തന്നെ നമുക്ക് ഈ റവ നല്ലപോലെ കട്ടിയായിട്ട് നമുക്ക് ഒരു ഗുലാബ് ജാമുൻ്റെയൊക്കെ പിന്നെ ടെക്സ്ചർ ഉണ്ടാവുമല്ലോ, ഈ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കത് മൊത്തത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ എടുത്തിട്ട് കയ്യിൽ ബട്ടറോ ഓയിലോ ഗീയോ എന്ത് വേണമെങ്കിലും കയ്യിലേക്ക് തടവി കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. എങ്ങനെയായാലും ഒരു ക്യാരറ്റിൻ്റെ ഒരു കളർ വരും. അപ്പോൾ അതില്ലെങ്കിലും നമുക്ക് കയ്യിൽ അത്രക്ക് ഒട്ടിപ്പിടിക്കൂല കേട്ടോ. ഉരുട്ടിയെടുക്കാൻ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പം ഞാൻ എല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. കാണാൻ നല്ല ഭംഗിയാട്ടോ ഇത്. അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ തന്നെ ആക്കി എടുക്കുന്നുണ്ട്. മൊത്തത്തിലായിട്ട് ഞാൻ കാണിക്കുന്നില്ല.
അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ ഗുലാബ് ജാമുനല്ല, ക്യാരറ്റ് ജാമുൻ എന്നൊക്കെ പറയും. ക്യാരറ്റ് ജാമുൻ ചില ആൾക്കാർ പറയും കേട്ടോ ഇതിന്. അപ്പോൾ ഇത് ഒന്ന് ആവി കയറ്റി എടുക്കണം. ഇങ്ങനെ ആവി കയറ്റി എടുത്താലുണ്ടല്ലോ നമുക്ക് കറക്റ്റ് ഈ ഒരു ടെക്സ്ചർ കിട്ടും കേട്ടോ. ഇതിന് ചില ആൾക്കാർ ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്യുന്നതും കാണലുണ്ട്. പക്ഷേങ്കിൽ ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് ആ കളറ് കിട്ടൂല. അതുകൊണ്ട് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ തിക്ക് ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ട്. പക്ഷേ ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോൾ നമുക്കിത് നല്ലൊരു ഗുലാബ് ജാമുൻ്റെ ഒരു ടെക്സ്ചർ ആക്കി കിട്ടും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ആക്കിയെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകും. പക്ഷേ കളറ് കിട്ടൂല. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു തിക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് പാലാണ് ഒഴിച്ചത്. അതിൻ്റെ കൂടെ ഞാൻ വിപ്പിംഗ് ക്രീം കൂടി ചേർക്കുന്നുണ്ട്. അതൊരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിനുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് പാല് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. ക്രീം വേണമെന്നില്ല. എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടിന്ന് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് തന്നെ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയും മധുരമൊക്കെ നിങ്ങളെ അളവിന് ചേർക്കുക. മധുരം ഇല്ലാണ്ടും ഉണ്ടാക്കിയെടുത്താൽ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രമായിട്ടും പഞ്ചസാര മാത്രമായിട്ടും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പകുതിയും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും അങ്ങനെയായിട്ടാണ് ചേർത്തത്. അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാം കൂടി 1/2 കപ്പ് ഉണ്ടാവും. ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും 1/4 കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. നല്ല പച്ച പാലിൽ നല്ലോണം കലക്കിയെടുക്കുക. നല്ല തണുത്ത പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം കസ്റ്റാർഡ് പൗഡർ നമുക്ക് പെട്ടെന്ന് മിക്സാക്കി കിട്ടണമെങ്കിൽ നല്ല തണുത്ത പാൽ തന്നെ വേണം. പച്ചവെള്ളത്തിലൊന്നും മിക്സ് ചെയ്യേണ്ട കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ളൊരു ക്രീം കിട്ടും. ഈ ഒരു ടെക്സ്ചർ നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾക്കൊരു ഡ്രിങ്ക്സ് പോലെ വേണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കണമെന്നില്ല. ഈ മിൽക്ക് മെയ്ഡിൻ്റെയും പാലിൻ്റെയും ക്രീമിൻ്റെയും ഈ ഒരു മിക്സിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ച ക്യാരറ്റ് ജാമുനും ഇട്ട് കൊടുക്കുക. നമുക്ക് വേഗം തന്നെ കുടിക്കാം കേട്ടോ തണുപ്പിച്ചിട്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു തിക്നെസ്സിൽ ഇത് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ക്യാരറ്റ് ജാമുന് എടുത്തിട്ട് മിക്സാക്കി കൊടുക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലേക്കും ഇട്ട് കൊടുക്കാൻ ക്യാരറ്റ് ജാമുന് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ മൊത്തത്തിൽ മിക്സാക്കി എടുക്കട്ടെ. എന്നിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇപ്പം ചേർത്താലും സാരമില്ല. അല്ലെങ്കിൽ നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്താലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സെർവ് ചെയ്യുന്ന സമയത്താണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇത്രയും ഇതിൻ്റെ പരിപാടിയുള്ളൂ കേട്ടോ. നമുക്ക് ഇതിനി ഒന്ന് തണിഞ്ഞ് കിട്ടിയാൽ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ചൂടാലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിച്ച് കഴിക്കാനും ഇഷ്ടമെങ്കിൽ അതിനും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതലും തണുപ്പിച്ച് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്നെസ്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കസ്റ്റാർഡ് പൗഡർ ചേർക്കുക. അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലോർ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കുക. പക്ഷേ കസ്റ്റാർഡിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നമുക്ക് എന്തെങ്കിലും പാർട്ടിക്കും കല്യാണ സൽക്കാരത്തിനൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ ഈ ഒരൊറ്റൊരു ഡെസേർട്ട് മതി. വേറൊന്നും വേണമെന്നില്ല. അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ പിന്നെ ഇതിന് പകരം വേറൊന്നും ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാനൊക്കെ മടിയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പാലിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്ചർ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഒരു കമൻറ്റ് എന്തായാലും ഇടുക കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ എന്തായാലും ഒരു കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറന്നുപോലെ. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. കാരണം പിന്നത്തേക്ക് വെക്കുമ്പോൾ മറന്നു പോവും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. അടുത്ത നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.